നമസ്കാരം. ട്രാവൻകൂർ എക്സ്പ്രസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം. എക്സ്ക്ലൂസീവ് എന്ന് പറയാൻ കാരണം ക്ഷേത്രാചാരങ്ങളെക്കുറിച്ചാണ്. ഇന്നലത്തെ ഒരു വാർത്ത കർമാന്യൂസ് ചെയ്യുകയുണ്ടായി. സരസ്വതി മണ്ഡപവും അവിടുത്തെ മേൽശാന്തിയും വെച്ചിട്ടാണ് ഒരു വാർത്ത ചെയ്യുകയുണ്ടായത് കർമാന്യൂസ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ക്ഷേത്രാചാരങ്ങൾ പല വിധങ്ങളുണ്ട്. എന്താണ് ക്ഷേത്രാചാരം? ആ ക്ഷേത്രാചാരം ഒരു വിഭാഗത്തിൻ്റെ മാത്രം അവകാശമല്ല. കേരളത്തിൽ വിവിധ മതസ്ഥർ പൂണൂൽധാരികളായി ഉണ്ട്. നമ്പൂതിരിമാർ മുതൽ നായാടി വരെ. പറയാൻ തന്നെ കാരണം ആരാധ്യനായ ശ്രീമാൻ ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ, അയ്യങ്കാളി, മറ്റു വിവിധ മഹാന്മാർ ഈ അയിത്ത ആചാരത്തിനെതിരെ ധാരാളം സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനെതിരെ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അബ്രാഹ്മണർ പൂജ ചെയ്യുന്ന അമ്പലങ്ങളുണ്ട്. അബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ കേരളത്തിൽ തന്നെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അബ്രാഹ്മണർ പൂജ ചെയ്യുന്ന അമ്പലം ഉണ്ടായിരുന്നു. ഇന്ന് പ്രശസ്തി ആർജിച്ച് നിൽക്കുന്ന ആറ്റുകാല് മുൻകാലങ്ങളിൽ മുടിപ്പരയായിരുന്നു. ഉദിയന്നൂർ മുടിപ്പരയായിരുന്നു. തൊഴുവൻകോട്, കരിക്കകം തുടങ്ങിയ വിവിധ ക്ഷേത്രങ്ങൾ മുടിപ്പരകളായിരുന്നു. കുടുംബത്തിലെ കാരണവർ, അതായത് പോറ്റിക്കാരണവർ എന്ന് പറയുന്ന വയസ്സായ മുതിർന്ന ആൾക്കാരാണ് ഈ ആരാധന നടത്തിയിരുന്നത്. അന്ന് തന്ത്രമൊന്നുമില്ലായിരുന്നു ഈ അമ്പലങ്ങളിൽ. അമ്പലത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ചാണ് തന്ത്രവും മന്ത്രവും വന്നത്. ആറ്റുകാലിൽ തന്ത്രം വരുന്നതിന് മുമ്പേ തന്നെ അവിടെ ഒരു മുടിപ്പരയുണ്ടായിരുന്നു. ആ മുടിപ്പരയിൽ കല്ലുവിളക്ക് കൊളുത്തിയിരുന്നത് അവിടുത്തെ പോറ്റിക്കാരണവരായിരുന്നു. അതേക്കുറിച്ചൊക്കെ ഞങ്ങളുടെ പഴയകാല സപ്ലിമെന്റുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ആ ചരിത്രത്തെക്കുറിച്ച് ഞങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് പറയാൻ തന്നെ കാരണം കർമാന്യൂസ് സരസ്വതി മണ്ഡപത്തെക്കുറിച്ച് പറഞ്ഞു. സരസ്വതി മണ്ഡപം ക്ഷേത്രമായിട്ട് 20 വർഷത്തിന് താഴെ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് അവിടെ പൂജവയ്പ്പിന് കുമാരസ്വാമിയെയും പല്ലക്കിനെയും ആനപ്പുറത്ത് എഴുന്നള്ളി വരുന്ന സരസ്വതി ദേവിയെയും പൂജപ്പുര മണ്ഡപത്തിൽ വെച്ച് മഹാരാജാക്കന്മാർ കാണിക്കയിടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതൊരു ആചാരാനുഷ്ഠാനമായിരുന്നു. അന്ന് അവിടെ സരസ്വതി ക്ഷേത്രമില്ല. അതിനുശേഷമാണ് ഒരു ജനകീയ സമിതി ഉണ്ടാവുകയും അവിടെ ഒരു ട്രസ്റ്റ് രൂപപ്പെടുകയും ആ രൂപപ്പെടുന്നതിൽ നിന്നാണ് ഒരു സരസ്വതി ക്ഷേത്രം പൂജപ്പുരയിൽ രൂപം കൊള്ളുന്നത്. മഹാഭൃത്യങ്കരാ ദേവിയെ കുറിച്ച് പറഞ്ഞു. മഹാഭൃത്യങ്കരാ ദേവി 26 വർഷമായി തിരുവനന്തപുരം ശാസ്തമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീ മഹാലക്ഷ്മി ഭൃത്യങ്കരാ ദേവി ക്ഷേത്രം ദേവസ്ഥാനം ഉണ്ടായിരുന്നു. 26 വർഷമായി. അതിൻ്റെ ഒരു എപ്പിസോഡ് ഞങ്ങൾ ഇനി വരുന്ന സമയങ്ങളിൽ കാണിക്കുന്നതാണ്. ഞങ്ങൾ ഈ ആരാധനാക്രമങ്ങൾ മുഴുവൻ പഠിച്ചിട്ടിരിക്കുന്നവരാണ്. അബ്രാഹ്മണർ പൂജ ചെയ്യുന്ന അമ്പലങ്ങളുണ്ട്. ഒന്ന് കോട്ടൂർ മുണ്ടടി മാടൻ തമ്പുരാൻ ക്ഷേത്രം. അവിടെ മലവേട, അതായത് മലയർ സമുദായമാണ് പൂജ ചെയ്യുന്നത്. രണ്ടാമത്തത് വേങ്കമല ശ്രീ ഭഗവതി ക്ഷേത്രം. അവിടെയും മലങ്കാണികളാണ് പൂജ ചെയ്യുന്നത്. ഈ 2 സ്ഥലങ്ങളിലും നമുക്ക് പരിശോധിച്ചാൽ അറിയാം. അതായത് കാടിനകത്ത് ക്ഷേത്രങ്ങളുണ്ട്. ഭദ്രകാളി ക്ഷേത്രങ്ങളുണ്ട്, കരിങ്കാളി ക്ഷേത്രങ്ങളുണ്ട്. ഇതെല്ലാം അവിടുത്തെ മലയരയന്മാരാണ് പൂജ ചെയ്യുന്നത്. ശബരിമലയിലും പണ്ട് അങ്ങനെ ഒരു ആചാരം ഉണ്ടായിരുന്നു. നാം പഴയ രേഖകൾ പരിശോധിച്ചാൽ അറിയാം. തിരുവനന്തപുരത്തെ പ്രശസ്ത അമ്പലങ്ങളായ തൊഴുവൻകോട്, കരിക്കകം, ഇത് മുഴുവൻ അബ്രാഹ്മണരാണ് പൂജ ചെയ്തുകൊണ്ടിരുന്നത്. തിരുവനന്തപുരത്ത് തന്നെ കരമനയിലുള്ള വിശ്വബ്രാഹ്മണ സമുദായത്തിൻ്റെ അമ്പലങ്ങളുണ്ട്. അതും അബ്രാഹ്മണരാണ് പൂജ ചെയ്യുന്നത്. ബ്രാഹ്മണർ പൂജ ചെയ്യുന്നതിനേക്കാളും അബ്രാഹ്മണർക്കാണ് ദേവസ്വം ബോർഡ് പോലും പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മാടൻ തമ്പുരാന്റെ ക്ഷേത്രങ്ങളുണ്ട്. മാടൻ തമ്പുരാന്റെ ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ ചുടല മാടൻ തമ്പുരാൻ ക്ഷേത്രങ്ങളുണ്ട്, കഴുകു മാടൻ തമ്പുരാൻ ക്ഷേത്രങ്ങളുണ്ട്, വസൂരി മാടൻ തമ്പുരാൻ ക്ഷേത്രങ്ങളുണ്ട്. വിവിധ മാടൻ പരമ്പരകളിൽപ്പെട്ട ക്ഷേത്രങ്ങളുണ്ട്. ഇവരെല്ലാം ശിവഭഗവാനെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് അവതാര രൂപം കൊണ്ടിട്ടുള്ളത്. വീണ്ടും അടുത്ത ആചാരങ്ങളിലേക്ക് പോകാം. ആയിരവല്ലി തമ്പുരാൻ, മറുത, ഭദ്രകാളി ക്ഷേത്രങ്ങളുണ്ട്. പാച്ചല്ലൂർ, ചുടുകാട് ഭദ്രകാളി ക്ഷേത്രം. ഇതെല്ലാം ഹൈന്ദവ ആചാരത്തിന്റെ ഭാഗങ്ങളാണ്. പിന്നെയും ക്ഷേത്രങ്ങളുണ്ട്. ഉലകുടയ പെരുമാൾ ക്ഷേത്രങ്ങളുണ്ട്. മലദൈവങ്ങളെ ആരാധിക്കുന്ന വിവിധ സ്ഥലങ്ങൾ കേരളത്തിൽ ആചാരത്തിലുണ്ട്. ബ്രഹ്മരക്ഷസ്, ദുർഗ, മറുത ഇങ്ങനെയുള്ള ദൈവങ്ങളെ വെച്ച് ആരാധിക്കുന്ന ക്ഷേത്രങ്ങളും കേരളത്തിൽ നാം കാണാറുണ്ട്. ഉപദേവന്മാരായി യോഗീശ്വര ക്ഷേത്രങ്ങളുണ്ട്. ഇതെല്ലാം ഹിന്ദു ധർമ്മത്തിൽ പറയുന്ന, ഹിന്ദു പുരാണങ്ങളിൽ പറയുന്നില്ലെങ്കിൽ പോലും അതൊരു ആചാര അനുഷ്ഠാനത്തിന്റെ ഭാഗമാണ്. കേരളത്തിൽ ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഒരു പരിവർത്തനം സൃഷ്ടിച്ച വ്യക്തിയാണ് തന്ത്രവിദ്യാപീഠത്തിലെ മാധവ്ജി. RSSന്റെ പഴയ പ്രചാരകനായിരുന്നു. അദ്ദേഹമാണ് അബ്രാഹ്മണർക്ക് മന്ത്രദീക്ഷ കൊടുക്കാനും ഒരു സ്ഥാപനം തുടങ്ങിയത്, തന്ത്രവിദ്യാപീഠം ആലുവായിൽ. അദ്ദേഹത്തിൻ്റെ പ്രയത്നത്താലാണ് മാധവ്ജി എന്ന് പറയുന്ന മനുഷ്യൻ കേരളത്തിൽ തന്ത്രവിദ്യാപീഠം തുടങ്ങുന്നതും അവിടെ നിന്ന് മന്ത്രദീക്ഷ കിട്ടിയവരാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അന്ന് ക്ഷേത്രാചാരം നടത്തിയിരുന്നത്. ഈഴവ സമൂഹത്തിലുമുണ്ട് മന്ത്രം പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ. വിവിധ സമുദായങ്ങൾക്കുണ്ട് മന്ത്രദീക്ഷ കൊടുക്കുന്ന സ്ഥലങ്ങൾ. സന്യാസ ദീക്ഷ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. തിരുവനന്തപുരത്തെ പ്രശസ്തമായ ചേങ്കോട്ടുകോണം ആശ്രമമുണ്ട്. അവിടെ നീലകണ്ഠ ഗുരുപാദം
ബ്രഹ്മശ്രീ നീലകൊണ്ട ഗുരുപാദരെ കുറിച്ച് പറഞ്ഞാൽ അതൊരു സന്യാസ പരമ്പരയിലുള്ള ക്ഷേത്രങ്ങളാണ്. അവിടുത്തെ രണ്ടാമത്തെ മഠാധിപതി ചേങ്കോട്ടുകോണം ബ്രഹ്മശ്രീ ശ്രീ സത്യാനന്ദ സരസ്വതി അവർകൾ, അദ്ദേഹം സമാധി കഴിഞ്ഞിട്ട് ഈ ഏതാനും വർഷങ്ങളായി. അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം മന്ത്രദീക്ഷ മേടിച്ച ആളാണ്. അദ്ദേഹം സന്യാസി വര്യനാണ്. ഇപ്പോഴത്തെ അധികാരി കൃഷ്ണൻ പോറ്റിയുണ്ട്. അദ്ദേഹവും ധാരാളം ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. മൺമറഞ്ഞുപോയ ധാരാളം ആചാര്യന്മാർ കേരളത്തിൽ പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട്. ആചാര്യ യോഗാനന്ദനാഥ സ്വാമി, നിത്യാനന്ദ സ്വാമി അവർകൾ, ജീവിച്ചിരിക്കുന്നവരായ ഭൂമാനന്ദ തീർത്ഥ, വേറൊന്നും വേണ്ട. നെയ്യാർ ഡാമിൽ ശിവാനന്ദ ആശ്രമമുണ്ട്. അവർക്കും അവിടെ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. വിവിധ മതവിഭാഗങ്ങളിൽ നാനാ മതസ്ഥരുടെ വിവിധ മതവിഭാഗങ്ങളുടെ ഇടയിൽ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഹിന്ദു സമൂഹത്തിന് ധാരാളം ആചാരങ്ങളുണ്ട്. ഗണപതി ഹോമം മുതൽ ഗുരുതികൾ വരെ വിവിധ രീതിയിലാണ് ഓരോ ആചാരങ്ങളും നടക്കുന്നത്. മാടൻ തമ്പുരാൻ ക്ഷേത്രങ്ങളിൽ തന്നെ വിവിധ തരം ഗുരുതികളുണ്ട്. ദിക്കുബലികളുണ്ട്, നിണക്കുരുതികളുണ്ട്, മംഗളഗുരുതികളുണ്ട്. ഇതെല്ലാം ഓരോ വ്യത്യസ്തമായ ആചാരങ്ങളാണ്. പണ്ടുകാലത്ത് വിവിധ ആചാര്യന്മാർ തുടങ്ങി വെച്ച കർമ്മങ്ങൾ അടുത്ത തലമുറ ആചരിച്ചു വരുന്നു. ഇത് പറയാൻ തന്നെ കാരണം കർമാനൂസിലെ ഒരു വ്യക്തി സരസ്വതി മണ്ഡപം കാണിച്ചുകൊണ്ട് മറ്റു ആചാരങ്ങളെല്ലാം തെറ്റാണെന്ന് ഒരു മേൽശാന്തിയെ കൊണ്ട് പറയുകയുണ്ടായി. അദ്ദേഹത്തിന് അറിയില്ല കേരളത്തിൽ എത്ര ക്ഷേത്രങ്ങളുണ്ടെന്ന്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. ഈ അടുത്ത കാലത്ത് ചെറിയൻകീഴ് ഒരു അമ്പലം ഞങ്ങൾ ചെയ്യേണ്ട ഒരു കൊച്ചു ബാലികയാണ് ശനീശ്വര ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തിയത്. അത് ഞങ്ങൾ വാർത്ത നൽകിയിരുന്നു. ആചാര അനുഷ്ഠാനങ്ങൾക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അബ്രാഹ്മണർ പ്രതിഷ്ഠകൾ നടത്തുന്നു. കേരളത്തിൽ പൂണൂലിട്ടവർ അബ്രാഹ്മണരുണ്ട്. ദേവസ്വം ബോർഡിന്റെ തന്നെ അമ്പലങ്ങളിൽ അബ്രാഹ്മണർ പൂജ ചെയ്യുന്നു. നമ്പൂതിരിമാർ മാത്രമല്ല പൂജ ചെയ്യുന്നത്, തുളുപ്പോറ്റിമാരുണ്ട്, അയ്യരുണ്ട്, വിവിധ മതസമൂഹങ്ങളുണ്ട്, വിവിധ ജാതി വ്യവസ്ഥയിലുള്ളവരുണ്ട്. അവരെല്ലാം ജാതി കർമ്മങ്ങൾ നടത്തി വരുന്നു. ഇതേക്കുറിച്ച് വിശദമായി പഠിച്ചിട്ട് വേണം ഓരോ വാർത്തകളും ചെയ്യാൻ. ഞങ്ങളുടെ കയ്യിൽ ഇതിനെല്ലാം ആധികാരികമായ രേഖകളുണ്ട്. ഞങ്ങൾ ഈ അമ്പലങ്ങളിലെ മുഴുവൻ സപ്ലിമെന്റുകൾ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ശിവാരാധനയ്ക്ക് തന്നെ വ്യത്യസ്ത കർമ്മങ്ങളാണുള്ളത്. വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും വിവിധ ആരാധനാക്രമങ്ങളുണ്ട്. ഏറ്റുമാനൂർ അമ്പലത്തിലെ ആരാധന വേറെ, തിരുവനന്തപുരത്തെ വലിയശാല കാന്തല്ലൂർ മഹാദേവ ക്ഷേത്രത്തിലെ ആരാധന വേറെ, തളിയൽ മഹാദേവ ക്ഷേത്രത്തിലെ ആരാധന വേറെ, ചെങ്കള്ളൂർ മഹാദേവ ക്ഷേത്രത്തിലെ ആരാധനകൾ വേറെ. ഓരോന്നിനും വ്യത്യസ്തമായ ആചാരങ്ങൾ ഓരോ ക്ഷേത്രത്തെക്കുറിച്ചുമുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് മഹാപ്രത്യങ്കരാ ദേവിയെക്കുറിച്ച് ഒരാക്ഷേപം ഉന്നയിച്ചത്. പ്രത്യങ്കരാ ക്ഷേത്രം കേരളത്തിൽ അറിയപ്പെടാത്ത ക്ഷേത്രങ്ങൾ പലതുമുണ്ട്. തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്ത് മഹാലക്ഷ്മി ശ്രീ പ്രത്യങ്കര ദേവസ്ഥാനം നിലവിലുണ്ട്. 26 വർഷമായി അവിടെ പൂജ നടക്കുന്നു. ധാരാളം ഭക്തജനങ്ങൾ വന്ന് തൊഴുന്നു. ധാരാളം ഭക്തജനങ്ങൾ അവിടെ ആരാധിക്കുന്നു. നാട്ടിൽ അഴിമതിക്കും അനീതിക്കുമെതിരെ ഒരു ഭയവും ഒരു ബഹുമാനവും തോന്നുന്നതാണ് ദൈവത്തോട്. അതിനുവേണ്ടിയാണ് ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. ഒരു ഭയത്തിന് വേണ്ടിയാണ്. ഭയമെന്ന് പറയുമ്പോൾ നാം തെറ്റ് ചെയ്യാതിരിക്കണം, ധർമ്മത്തിലേക്ക് സഞ്ചരിക്കണം. അതിനുവേണ്ടിയാണ് ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. കർമാനൂസ് പറയും പോലെ അതിന് സംശയമുണ്ട് ഞങ്ങൾക്ക്. കർമാനൂസിന്റെ കഴിഞ്ഞ 3-4 ദിവസത്തെ വാർത്തകളിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഹൈന്ദവ സമൂഹത്തിനെ അവഹേളിക്കുന്ന രീതിയിലാണ് ഈ വാർത്തകൾ ചെയ്യുന്നത്. ഹൈന്ദവ സമൂഹത്തെ അവഹേളിക്കാൻ ആർക്കും അനുവാദം നൽകിയിട്ടില്ല, ഞങ്ങൾക്കും അനുവാദം നൽകിയിട്ടില്ല. എന്നാൽ ഞങ്ങൾ യഥാർത്ഥ വാർത്ത ഞങ്ങൾ ചെയ്യും. ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് ആരുടെയും കുത്തകയല്ല. ഹിന്ദു സമൂഹത്തെ അവഹേളിക്കുന്ന രീതിയിൽ വാർത്ത ചെയ്യരുത്. അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാം ക്രിസ്ത്യൻ സമൂഹത്തിനെ ആക്ഷേപിക്കരുത്, മുസ്ലിം സമൂഹത്തെ ആക്ഷേപിക്കരുത്. ഓരോ മതസമൂഹത്തിനും ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. ഭീമാപള്ളിയിലെ ആചാരമല്ല പാളയം പള്ളിയിൽ, വിഴിഞ്ഞത്തെ പള്ളിയിൽ ആ ആചാരമല്ല. ക്രിസ്ത്യൻ പള്ളികൾക്കും ചില വ്യത്യാസങ്ങളുണ്ട്. പാളയം പള്ളിയിലും വേറെ ആചാരം. കിള്ളിപ്പാലത്ത് ഒരു ദേവാലയമുണ്ട്, അതിന്റെ ആചാരം വേറെ. സെന്റ് ജൂഡ് ദേവാലയം, അവിടുത്തെ ആചാരം വേറെ. ഓരോ സ്ഥലത്തും വെട്ടുകാട് പള്ളി തിരുനാൾ വേറെയാണ്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കാനുള്ളത് ഓരോ മതത്തിനും പ്രത്യേകം ആചാരങ്ങളുണ്ട്. പ്രത്യേകിച്ചും മഹാപ്രത്യങ്കരാ ദേവിയെ പരാമർശിച്ചുകൊണ്ട് കർമാനൂസ് വന്നതുകൊണ്ടാണ് ഈ ആചാരങ്ങളെക്കുറിച്ച് മുഴുവൻ നമുക്ക് പറയേണ്ടി വന്നത്. നാം പരസ്പരം നമ്മളൊരു സംവാദത്തിന് തയ്യാറാണ്. ക്ഷേത്രങ്ങളെക്കുറിച്ച് നമ്മളൊരു സംവാദത്തിന് തയ്യാറാണ്. കർമാനൂസുമായി നമ്മൾ വെല്ലുവിളിക്കുന്നു. തിരുവനന്തപുരത്തെ ആയിരുന്നാലും തെക്കൻ കേരളത്തിലായിരുന്നാലും ഏത് ക്ഷേത്രങ്ങളെക്കുറിച്ചും നാം ചരിത്രം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള രേഖകളുണ്ട്. മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരത്തെ ആയിരുന്നാലും കൊല്ലത്തെ ആയിരുന്നാലും ആലപ്പുഴയിലായിരുന്നാലും എല്ലാ ക്ഷേത്രങ്ങൾക്കും പള്ളികൾക്കും ഒരു ആരാധനാ ക്രമമുണ്ട്. ആ ക്രമമനുസരിച്ചാണ് അവിടുത്തെ ആരാധനകൾ നടക്കുന്നത്. പള്ളികളിലും അങ്ങനെ തന്നെയാണ്. മുസ്ലിം പള്ളികളിലായിരുന്നാലും ക്രിസ്ത്യൻ പള്ളികളിലായിരുന്നാലും ഓരോ ആരാധനാക്രമങ്ങൾ നടന്നു വരുന്നു. ഇത് കർമാനൂസ് പറയും പോലെ മഹാപ്രത്യങ്കരാ ദേവി പെട്ടെന്ന് പൊട്ടിമുളച്ചുണ്ടായതല്ല.
കർമാനൂസ് ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ മഹാപ്രത്യങ്കര ക്ഷേത്രം തിരുവനന്തപുരത്തുണ്ട്. 26 വർഷമായി. വേണമെങ്കിൽ പോയി അന്വേഷിക്കാം. ഒരു വ്യക്തിയെ അപമാനിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും അപമാനിക്കണം. കാന്തല്ലൂർ സ്വാമിയെ കുറിച്ചാണ് ഞങ്ങൾ ഇപ്പോൾ പറയുന്നത്. അദ്ദേഹത്തിനെതിരെ ആരോപണം തുടങ്ങിയിട്ട് 1 മാസത്തിൽ കൂടുതലായി. SV പ്രദീപ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ മരിച്ച ആ സംഭവവുമായി ബന്ധപ്പെട്ട് കൊലപാതകമാണെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ സ്വാമിക്കെതിരെ മാത്രം ആരോപണങ്ങൾ നീളുന്നു. ഞങ്ങളോട് പറയുന്നില്ല. ഞങ്ങൾക്ക് വേറെ ചില പ്രശ്നങ്ങളുണ്ട്, ഞങ്ങളത് കവർ ചെയ്ത് വരുന്നുണ്ട്, ഞങ്ങൾക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമ്മൾ നിയമപരമായി ഇതിനെ നേരിട്ട് കൊണ്ടിരിക്കുന്നു. ആരാരും സഹായമില്ലാത്ത സുനിൽ പരമേശ്വരൻ എന്ന് പറയുന്ന കാന്തല്ലൂർ സ്വാമിക്കെതിരെ കർമാനൂസ് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് പെരുമാറണം. ഇല്ലെങ്കിൽ അതിൽ ഭവിഷ്യത്തുണ്ടാകുന്നതാണ്. അദ്ദേഹത്തെ സ്നേഹിക്കുകയും അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പൊതുസമൂഹം കേരളത്തിലുണ്ട്. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ നമുക്ക് അവകാശമുണ്ട്. അദ്ദേഹത്തെ ഇനിയെങ്കിലും വെറുതെ വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും കർമാനൂസ് ഭവിഷ്യത്തിലേക്ക് നീങ്ങുന്നതാണ്. നിയമ നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കർമാനൂസിനെതിരെ.